ഹായ് ഫ്രണ്ട്സ്. ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. നമ്മൾ ദോശമാവൊക്കെ വീട്ടിൽ ബാക്കി വരാറില്ലേ, അപ്പോൾ ആ സമയത്ത് നമ്മൾ പല രീതിയിൽ ഇപ്പോൾ നമ്മൾ വെറൈറ്റി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ട് ദോശമാവ് കൊണ്ട്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. പക്ഷേ ഇത് നമ്മൾ കുഴിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ദോശമാവ് ബാക്കി വന്നത് ഏകദേശം ഒരു കപ്പോളം എടുക്കുന്നുണ്ട്. അപ്പം മാവ് എടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇന്ന് നമ്മൾ ദോശ ഉണ്ടാക്കി പിറ്റേ ദിവസമാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ തീരെ ഉഴുന്നിൻ്റെ ഒരു അംശം കുറച്ച് ഇതിലേക്ക് വേണം, അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നന്നാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് അല്പം ഒന്ന് താളിച്ചൊഴിക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരല്പം കടുകിട്ട് പൊട്ടിച്ച് ഒരു 5-6 വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ പച്ചമുളക് 1-2 ചെറുതായി അരിഞ്ഞിട്ട് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം, കറിവേപ്പില. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പച്ചമുളകിന് പകരം അല്പം മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് രുചിയൊക്കെ കൂടാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരല്പം കായപ്പൊടിയും പിന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടൊരു കളറിന് വേണ്ടിയിട്ട്. ഇതിലേക്ക് ഞാനൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് മല്ലിയില ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പാകത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ക്യാരറ്റ് ഇട്ടാൽ ഒരു കളറും ഉണ്ടാവും, കുറച്ച് ടേസ്റ്റും ആണല്ലോ, പച്ചക്കറിയല്ലേ, അപ്പോൾ ഇടാൻ പറ്റിയൊരു വെജിറ്റബിളാണ്. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ മാവിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. അപ്പോഴല്ലേ ഈ മാവ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു രുചിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് വരും. ശരിക്കും ഈ മാവിൻ്റെ കൂട്ടെന്ന് പറയുന്നത് 1 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ഉഴുന്ന് കണക്കാക്കി കുതിർത്തിട്ട് അരച്ചെടുത്താൽ മതി തിക്കായിട്ട്. അപ്പോൾ നല്ല പൊന്തി വരും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള മാവ് കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ. ഇതിപ്പോൾ മാവ് കലക്കിയ ഉടനെ തന്നെ നമ്മൾക്കിത് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഇപ്പോൾ ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ എല്ലാ കുഴിയിലേക്കും കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ എണ്ണയൊന്നും വേണ്ട ഇതിലേക്ക്. എന്നിട്ട് നമുക്കിത് ചൂടായി വരുമ്പോൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന പോലെ കോരി ഒഴിച്ചിട്ട് എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മാവ് ഒരുപാട് ലൂസാവാതെ നോക്കണം കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നെ അത്ര അങ്ങോട്ട് ഉള്ളു വേവാത്ത പോലെ ഇരിക്കും. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ നല്ലതാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് വരും. തീ കുറച്ചിട്ടാൽ മതി കേട്ടോ, അതല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഉണ്ണിയപ്പം മറിച്ചിടുന്ന പോലെ തന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് മൊരിച്ചെടുക്കുക. അതിപ്പോൾ നമ്മൾ ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് ദോശച്ചട്ടിയിൽ വെച്ചൊരു ഇത്തിരി കട്ടിയിൽ ദോശയാക്കിയിട്ട് തന്നെ ചുട്ടെടുക്കാം കേട്ടോ. തിരിച്ചും മറിച്ചിട്ട് മൊരിച്ചെടുക്കുക. ആ രീതിയിലും ഉണ്ടാക്കിയെടുത്താലും നല്ലതാണ്. ദോശമാവ് കൊണ്ട് ഇപ്പോൾ എല്ലാവരും പല രീതിയിലും ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കുട്ടികൾക്കായാലും കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഇതാകുമ്പോൾ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, അകത്ത് നല്ല സോഫ്റ്റ് ഉണ്ടാവും, നല്ല മുരിഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ മേലെ തിരിച്ചിട്ട് കഴിയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ ഓയിലും കൂടെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചൂടോടുകൂടെ തന്നെ ഇത് കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടെ ഒരല്പം തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി. തേങ്ങയും 2 പച്ചമുളകും ഒരല്പം ഉപ്പും ചേർത്തൊരു മിക്സിയുടെ ഗ്രൈൻഡറിലാക്കിയ തേങ്ങ ചമ്മന്തി. അപ്പോൾ അതും കൂട്ടി മുക്കിയിട്ട് കഴിച്ചു നോക്കിയാൽ നല്ല രുചിയായിരിക്കുള്ളൂ ഇത്. ഇതല്ലെങ്കിൽ പിന്നെ ടൊമാറ്റോ സോസ് മുക്കിയിട്ട് കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ദോശമാവ് വെച്ചിട്ടൊരു സ്നാക്ക് ഓയിലിൽ ഫ്രൈ ചെയ്യുന്നത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണോട്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചാനൽ ഉമ്മാസ് കുക്ക് ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് ചെയ്തേക്ക്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.